എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോ ബദിരനും മൂകനുമായ ഒരു മനുഷ്യന് രോഗശാന്തി നൽകുന്നതാണ്. ബദിരനും മൂകനുമായിരുന്ന ഒരു മനുഷ്യന് അവർ ഈശോയുടെ അടുത്ത് കൈ കൊണ്ടുവരുന്നു. ഈശോ ഏതാനും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഈശോ പറയുകയാണ് സ്വാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥമുള്ളൊരു വാക്ക് പറയുന്നു. അദ്ദേഹത്തിന്റെ ആ സംസാരിക്കാനുള്ള ശക്തിയും കേൾക്കാനുള്ള ശക്തിയും അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ പല രോഗങ്ങളുടെ ബന്ധനത്തിൽ നിന്നും ഈശോ അവനെ മോചിപ്പിക്കുകയാണ്. എന്നിട്ട് ഈശോ അവനോട് പറയുകയാണ് നീ ഇതാരോടും പറയരുത്. അവിടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈശോ എത്രമാത്രം തീക്ഷ്ണതയോടെ അവനെ വിലക്കിയോ അത്രമാത്രം ശുഷ്കാന്തിയോടെ അവനത് നാട് മുഴുവൻ പറഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവന് സംസാരിക്കാനുള്ള ശക്തി കൊടുത്ത കർത്താവാണ്. ആ കർത്താവിനെ കുറിച്ച് അവൻ മറ്റുള്ളവരോട് പ്രഘോഷിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസിനെ നമ്മളോട് പറയുകയാണ് അടിമത്തത്തിൽ നിന്നും ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ യുവാവിനെ പോലെ അതിൽ പൗലോസിനെ പറയുന്നത് പോലെ പലതരത്തിലുള്ള രോഗങ്ങളുടെ അടിമത്തിൽ നിന്നാകട്ടെ പാപങ്ങളുടെ അടിമത്തത്തിൽ നിന്നാകട്ടെ ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയ പലതരത്തിലുള്ള വിമോചനങ്ങള് ഇതെല്ലാം ഓർത്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.